ഈ കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ചരിത്ര പണ്ഡിതൻ കൂടിയ ഡോക്ടർ ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ ശ്യാംകുമാർ, താങ്കൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് സോഷ്യൽ മീഡിയകളിലൂടെ അടക്കം നടത്തിയ ചില പരാമർശങ്ങളുണ്ട്, ചില ബോധ്യപ്പെടുത്തലുകളുണ്ട്. അത് ഈ സനാതനധർമ്മകാലത്തെ ഈ പുതിയ സനാതനധർമ്മവാദികളുടെ ഉള്ളിരിപ്പിനെ കുറിച്ച് പറയുകയായിരുന്നു. ഇവിടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചനം വരുമ്പോൾ താങ്കൾ പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമുണ്ട്. ഈ ജാതി, ഉള്ളിലിരിക്കുന്ന ജാതി, അത് പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം, കേരളത്തിൽ അങ്ങനെ ഒരു മുഖവും കൂടി കേരളത്തിനുണ്ട്. നമ്മൾ പുരോഗമന കേരളമായി മുന്നോട്ട് പോകുമ്പോഴും ഒരു പിടിച്ചു വലിക്കലുകൾ ചില മേഖലകളിൽ നടക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ ഇരിങ്ങാലക്കുടയിലെ ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തെ? യഥാർത്ഥത്തിൽ ഒരു വളരെ കൃത്യമായി പ്രാചീന മധ്യകാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവവികാസമാണ് കൂടൽമാണിക്യത്തിൽ അരങ്ങേറിയിട്ടുള്ളത്. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ നിയമനം ലഭിച്ച ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ കഴകക്കാരനായിട്ട് അവിടെ വരുമ്പോൾ അദ്ദേഹം ആ ജോലിക്ക് പാടില്ല എന്നും ആ ജോലിയിൽ അദ്ദേഹം തുടർന്നാൽ തങ്ങൾ പ്രതിഷ്ഠാദി ഉത്സവാദി കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പറയുന്നതിലൂടെ ബ്രാഹ്മണ തന്ത്രി, കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ബ്രാഹ്മണ തന്ത്രിമാർ വളരെ കൃത്യമായ ജാതി വ്യവസ്ഥയും അയിത്തവും അസ്പൃശ്യതയും വെച്ച് പുലർത്തുകയാണ് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ അവർ ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം നിരോധിച്ച അയിത്തം പരിപാലിക്കുക, അശുദ്ധി വ്യവസ്ഥ പരിപാലിക്കുകയാണ് അവർ ചെയ്തത്. അപ്പോൾ ഒരേ സമയം ഇന്ത്യൻ ഭരണഘടനയോടും അതുപോലെ തന്നെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയോടുമുള്ള കടുത്ത അപരാധമാണ് അവിടെ ഈ കൂടൽമാണിക്യത്തെ തന്ത്രിമാർ പുലർത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ കൂടൽമാണിക്യത്ത് മാത്രമല്ല, ശബരിമലയില് അയ്യപ്പസ്വാമിയെ പൂജിക്കുന്നതിന് വേണ്ടി മേൽശാന്തി തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് വിഷ്ണുനാരായണൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു പൂജാരി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് കേസിന് പോയത് അഖില കേരള തന്ത്രി സമാജം എന്ന് പറയുന്ന ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മയാണ് പോയത്. ഇതുകൂടി നമ്മൾ കാണാതെ പോകരുത്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് വളരെ ശക്തമായ രീതിയിൽ ക്ഷേത്രങ്ങളെ സമ്പൂർണമായ ഒരു ബ്രാഹ്മണ സങ്കേത സ്ഥാനമായി നിലനിർത്താനുള്ള ശ്രമം ശക്തമായി നിലനിൽക്കുന്നു, അത് വർദ്ധിച്ചു വരുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കേരളീയ സമൂഹത്തിൽ വലിയ ജാഗ്രത ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പുരോഗമന സമൂഹം, പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ ശക്തമായി ജാഗ്രത പുലർത്തണം. ഇങ്ങനെ ഒരു ബ്രാഹ്മണാധിപത്യത്തെ വീണ്ടും കേരളത്തെ ബ്രാഹ്മണാധിപത്യത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സംഭവം ഇനി ഉണ്ടായിക്കൂടാ. ടി.കെ. മാധവനും നാരായണ ഗുരുസ്വാമികളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് ആത്മാഭിമാനമുള്ള പൗരരായിട്ട് നിലനിൽക്കാനും ആത്മാഭിമാനമുള്ള പൗരരായിട്ട് വളരാനുമാണ്. യഥാർത്ഥത്തിൽ അതിനെതിരെയുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇപ്പോൾ ഈ ബ്രാഹ്മണ തന്ത്രിമാരുടെ ഒരു അധീശത്വം വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഡോക്ടർ ശ്യാംകുമാർ, ഒരുപക്ഷെ നമ്മൾ ഒരു കാലഘട്ടത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിനെ സമീപിക്കാൻ കഴിയുള്ളൂ. രാജ്യം ഭരിക്കുന്ന ഭരണകൂടം വല്ലാത്ത തരത്തിൽ ഒരു സാംസ്കാരികമായ ഒരു ഇടപെടൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാനസിക അന്തരീക്ഷം, ഒരു സാമൂഹ്യ അന്തരീക്ഷം അവർ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒളിഞ്ഞിരിക്കുന്ന ചില മനസ്സുകൾ പുറത്തേക്ക് ചാടുകയും ചെയ്യുന്നത്. ഇവിടെ സനാതനധർമ്മം, ഇതിനകത്ത് വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്. നേരത്തെ ഈ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി അടക്കം സനാതനധർമ്മം വേണമെന്ന് ഇവിടെ പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്താണ് എനിക്കുള്ള സനാതനധർമ്മം, മനുസ്മൃതി എന്താണ് പറയുന്നതെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടലോ അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടും അതിന് മിണ്ടാതിരിക്കുന്നതാണെന്ന് അറിയില്ല. ഏതായാലും അവർക്കൂടി ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയേണ്ടി വരികയാണ്, ഈ ചാതുർവർണ്ണയത്തിൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നവർ അവർക്കെതിരെ നടപടി വേണമെന്ന് കൂടി പറയുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭരണകൂടം ഉണ്ടാക്കിയിട്ട്, രാജ്യത്തിൻ്റെ ഭരണകൂടം ഉണ്ടാക്കിയിട്ട് ഒരു അന്തരീക്ഷമുണ്ട്, അവിടെ നിന്നുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്. അതെ, തീർച്ചയായിട്ടും ഹിന്ദുത്വ ശക്തികളുടെ വേരാഴ്ന്നുള്ള ആ ഒരു പടർച്ചയാണ് ഈ ബ്രാഹ്മണ തന്ത്രിമാർക്ക് ഇങ്ങനെ പറയുന്നതിനുള്ള ധൈര്യം നൽകുന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ്. സനാതനധർമ്മം എങ്ങനെയാ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ നമുക്ക് വ്യക്തമായി. സനാതനധർമ്മം വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണ തന്ത്രിക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിക്കുകയും കീഴാളരാക്കപ്പെട്ട മനുഷ്യർക്ക് ആത്മാഭിമാനമില്ലാത്ത മനുഷ്യരായി അവർ പുറന്തള്ളപ്പെടും എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി കൂടൽമാണിക്യം ക്ഷേത്രം നിൽക്കുക. തന്നെയുമല്ല, അവിടെ മറ്റൊരു സംഭവം കൂടി നടന്നു വരുന്നുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൂത്തും കൂടിയാട്ടവും കളിക്കാൻ, അത് വേഷം കെട്ടി ആടാൻ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് ഈ കൂടൽമാണിക്യവുമായി ബന്ധപ്പെട്ട് കൂത്തും കൂടിയാട്ടവും നടത്തുന്ന ഈ പ്രത്യേക സമുദായക്കാർ കോടതിയിൽ പോയി പ്രത്യേകമായ ഉത്തരവ് സമ്പാദിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇവർക്ക് ഈ ജാതി വ്യവസ്ഥയെ പരിപാലിക്കാനും അത് നിലനിർത്താനുമുള്ള ധൈര്യം കിട്ടുന്നത് ഹിന്ദുത്വ ശക്തികളുടെ ഒരു പടർച്ചയാണെന്നുള്ളത് കാണാതെ പോകരുത്. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളതും ഈ വേളയിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിഷയം കൂടി ഡോക്ടർ ശ്യാംകുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥയെ, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നവർക്കെതിരെ കേസെടുക്കണ്ടേ തന്ത്രിമാർക്കെതിരെ?
തീർച്ചയായിട്ടും അയിത്തം പാലിച്ചതിനെതിരെയാണ് ഇവർക്ക് കേസെടുക്കേണ്ടത്. അയിത്തം പാലിച്ചതിനെതിരെ, അസ്പൃശ്യത പാലിച്ചതിനെതിരെ. എന്തുകൊണ്ടാണ് ഒരു ഈഴവ സമുദായത്തിലെ ഒരു ദളിതനോ വേറൊരു പിന്നോക്കക്കാരനോ കഴകമായാൽ എന്താണ് കുഴപ്പം? അവർ മാല കെട്ടിയാൽ എന്താണ്? ഭഗവാന്റെ വിഗ്രഹത്തിൽ ഇട്ടാൽ പ്രശ്നമാവുമോ? അതിന് ഇവര് മറുപടി പറയണ്ടേ? ഭക്തി എന്ന വാക്കിന് ഭജു എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഭക്തി എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ആ ഭജു ധാതുവിന്റെ അർത്ഥം പങ്കുവെക്കുക എന്നാണ്. അപ്പൊ ഈ ബ്രാഹ്മണ തന്ത്രിമാർക്ക് യാതൊരു ഭക്തിയും ഇല്ലെന്നല്ലേ ഇതിൽ നിന്നാണ് തെളിയുന്നത്. അവർക്ക് പങ്കുവെക്കലിന്റെ സാഹോദര്യത്തിന്റെ ഒരു ആശയവുമില്ല. ഇവരും ഗോഡ്സെയും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഗാന്ധിയെ കൊന്ന ഗോഡ്സെ ഹിംസാത്മകമായിട്ടാണ് ഗാന്ധിയെ വധിച്ചത്. അതേ ജാതി ഹിംസയാണ് യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണ തന്ത്രിമാർ കേരളത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളോട് പുലർത്തി പോരുന്നത് എന്നുള്ളത് നാം കേരളീയ സമൂഹം ആകമാനം തിരിച്ചറിയണം. ഹിന്ദുത്വത്തിനെതിരെ പടവൊരുതുന്ന ഒരു വലിയ സമൂഹമാണ് കേരളീയ സമൂഹം. ആ മലയാളി സമൂഹം ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഈ ബ്രാഹ്മണിസത്തിനെതിരായ ഒരു നിലപാട് രൂപീകരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ഹിന്ദുത്വത്തിന് അടിയറവ് പറയേണ്ടി വരും. അതിനെ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് പുരോഗമന പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ ഡോക്ടർ ശ്യാംകുമാർ, ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.